ഇത് വീട്ടിൽ തന്നെ സീഡ് മുളച്ചുണ്ടായ ഒരു മാവിൽ. ഇത് മൽഗോവയുടെ സീഡ്ലിങ്ങാണ്. മുന്നേ മൽഗോവതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഇത് ബാർക്ക് ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ പെഗ് ഗ്രാഫ്റ്റ് എന്നൊക്കെ പറയും. അത് ചെയ്താണ്. ഇതൊരു റയർ വെറൈറ്റിയാണ് ഈ കാണുന്ന മാവ്. ഇതിൻ്റെ മാമ്പഴം പ്രാവശ്യം കഴിച്ചിട്ട് നമ്മളതിൻ്റെ റിപ്പോർട്ട് തരാം. ഇതൊരു കോഡ് ഭാഷ ഇട്ട് വെച്ചാണ് അതിന് മനസ്സിലാകാൻ വേണ്ടി. ഇതിൽ പിന്നെ നമ്മൾ US പൈനാപ്പിൾ പ്ലഷർ ചിപ്പ് ബഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ? ചിപ്പ് ബഡ്ഡി ഓക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ വരുന്നത് ഇത് നമ്മുടെ കാലാപ്പാടി. കാലാപ്പാടി നമുക്ക് ഏതൊരു മാവിലും ഒഴിവാക്കാൻ പറ്റാതായിട്ടുണ്ട്. പിന്നെ ഇത് ഗോലക്കാണ്. ഗോലക്ക് വെറൈറ്റി നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് കമ്പ് കിട്ടിയപ്പോൾ ചെയ്തതാണ്. ഇത് നല്ല ഒരു ടിപ്പിക്കൽ സയനാണ്. ഷൂട്ട് ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട്. സിപ്പർ ഇട്ടില്ല. ഇത് പാരഫിലം വെച്ചിട്ട് റാപ്പ് ചെയ്താണ്. ഓക്കെ. പിന്നെ അതിലിപ്പോൾ ചെയ്തേക്കുന്നത് ഇത് ബ്ലാക്ക് ആൻഡ്രൂസാണ്. നല്ലൊരു വെറൈറ്റിയാണ് ബ്ലാക്ക് ആൻഡ്രൂസ്. ഇത് നമ്മുടെ പുതിയൊരു വെറൈറ്റിയാണ്. പീലിക്കോട് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ പലപ്പോഴും പലരും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാവിൽ കുറേ 500 വെറൈറ്റികളൊക്കെ ചെയ്തവരുണ്ടാവും. പക്ഷെ അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ പലരും വാവ് അടിപൊളി കുറേ വെറൈറ്റികൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കതിനോട് വലിയ യോജിപ്പില്ല. മാക്സിമം നമുക്കൊരു 5-10 വെറൈറ്റികൾ, മാക്സിമം ഒരു 10 വെറൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ഒതുക്കണം. മാക്സിമമാണ് പറയുന്നത്. ടിപ്പിക്കലി ഒരു 4-5 വെറൈറ്റി അല്ലെങ്കിൽ മാക്സിമം ഒരു 6 ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരെല്ലാവരും ഒരുമിച്ച് പൊന്തിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ യജ്ഞം. അത് നമുക്ക് ചലഞ്ചിങ് ആണ്. പലരും പല വളർച്ച. അപ്പോൾ വളർച്ചയിൽ സാമ്യതയുള്ള മാവുകൾ നമ്മൾ സെലക്ട് ചെയ്യാനും കൂടെ ശ്രമിക്കണം അതിൻ്റെ കൂടെ. പിന്നെ ഇത് എപ്പോൾ കായ്ക്കുമെന്ന് ചോദിച്ചാൽ 3 വർഷമെങ്കിലും ഇതിന് സമയം കൊടുക്കണം. ഓക്കെ. പ്രൂണിങ് അനിവാര്യമാണ്. ഇതിൻ്റെ വളർച്ച കൂടുതൽ കാരണം നമ്മളിവിടെ കമ്പൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കണം, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. കേട്ടോ, ഇത് ഒടിഞ്ഞു പോകും. ഇതിൻ്റെ ആട്ടം ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു കാറ്റടിച്ചാൽ ഒരു പക്ഷേ ഇത് വീണ്ടും ഒടിയാനുള്ള സാധ്യതയുണ്ട്. നല്ല കമ്പ് കട്ട് ചെയ്തിട്ടും ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ. ഇതൊരു മികച്ച വെറൈറ്റിയാണ്. ഈ സീസണിൽ നമുക്കിതിനെ പരിചയപ്പെടുത്താം. ഞങ്ങൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാത്തത്. പക്ഷെ അറിഞ്ഞിടത്തോളം ഒരു ഗുഡ് വെറൈറ്റി. ഇതിൽ ഇനിയും ഒരുപാട് കമ്പുകളുണ്ട് കേട്ടോ. ഇത്രയും ഇവിടെയൊക്കെ കമ്പുകൾ വരുന്നുണ്ട്. ഇവിടെ കുറേ കമ്പുകൾ വെട്ടി ഒഴിവാക്കി ഇനിയും കമ്പുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ വൺസ് അഗൈൻ അതാണ് ടെക്നിക്കൽ ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. നമുക്ക് എണ്ണം കൂടുതൽ ഒരേ വളർച്ചയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര പാടാണ്. അറിയാമല്ലോ. ആ കാണുന്നത് നീലമാണ്. നീലം ഒരു 3 നില ബിൽഡിങ്ങിൻ്റെയൊക്കെ മേലെയാണ് കിടക്കുന്ന. ഒരു 75 വർഷമൊക്കെ പഴക്കമുണ്ട്. അപ്പോൾ മാവ് എന്ന് പറയുന്നത് അതൊക്കെ ഒട്ടുമാവാണ്. ഒട്ടുമാവ് വലുതായില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. താങ്ക് യു.